ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലോട്ട് സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോകണം. 7th മന്തിലെ ചെക്കപ്പ് ആട്ടോ ഇന്ന്. അപ്പോൾ ഞാൻ പോകാൻ വേണ്ടി റെഡിയായി വന്നപ്പോഴത്തേനും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ടുണ്ട്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഗോതമ്പ് ദോശയും ചമ്മന്തിയാണ്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു കേട്ടോ ഗോതമ്പ് ദോശ. അഖിലേട്ടാക്ക് ഇഷ്ടമായതുകൊണ്ട് മാത്രം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അവിടെ. പിന്നെ വേറെ ഉണ്ടാക്കാനുള്ള മടി കാരണം ഞാനും കഴിക്കുക, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എനിക്ക് എന്നറിയില്ല, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ 2 ദോശയും കറിയൊക്കെ എടുത്ത് കഴിച്ചു. പോകുന്നതിന് മുന്നേ ആയിട്ട് ഫയലെല്ലാം ഹോസ്പിറ്റൽ ഫയലെല്ലാം ഉണ്ടോ എന്നൊക്കെ നോക്കുമായിരുന്നു കേട്ടോ. അപ്പം എല്ലാം കൂടെ ഒരു ഫയൽ വെച്ചേക്കുന്നതുകൊണ്ട് സ്കാൻ റിപ്പോർട്ടെല്ലാം ചിലപ്പോൾ മിസ്സാവും. അപ്പോൾ അതെല്ലാം ഉണ്ടോ എന്ന് കൺഫേം ചെയ്തു. ഇന്ന് കിക്കിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നില്ല കേട്ടോ, അമ്മയുടെ കൂടെ ഇരുത്താമെന്ന് ഓർത്തു. ഇവിടെ പാലക്കാട് നിപ്പയും അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് ഹോസ്പിറ്റലിലോട്ടല്ലേ പോകുന്നത്, അതുകൊണ്ട് കൊണ്ടുപോകണ്ടെന്ന് ഓർത്തു. നമ്മളാണെങ്കിൽ മാസ്ക് വയ്ക്കും, പക്ഷെ അവൾ മാസ്ക് ഒന്നും വെക്കില്ലല്ലോ. അപ്പോൾ പിന്നെ അതുകൊണ്ട് കൊണ്ടുപോകണ്ടെന്ന് ഓർത്തു. അപ്പോൾ അവൾ എഴുന്നേൽക്കുന്നതിന് മുന്നേ ആയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങണം. എഴുന്നേറ്റ് കഴിഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ വാശിയായിരിക്കും. ഇപ്രാവശ്യം വളരെ നേരത്തെയായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ വന്നത്. നേരത്തെ വന്നതുകൊണ്ട് തന്നെ നമുക്ക് ടോക്കൺ കിട്ടി. ഇത് 2 ആട്ടോ. സാധാരണ വരുമ്പോൾ 20, 25 കിട്ടാറ്. ഇപ്രാവശ്യം കിക്കി എഴുന്നേറ്റ് വഴക്കുണ്ടാക്കുന്നതിന് മുന്നേ അധികം വൈകാതെ നമുക്ക് വീട്ടിലെത്തണം. അതുകൊണ്ടാണ് ഇത്രയും നേരത്തെ വന്നത്. ആദ്യമായിട്ട് കിക്കീനെ കൂട്ടാതെ നമ്മൾ തന്നെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നമ്മൾ മാറ്റി നിർത്തേണ്ടൊക്കെ വരും. ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആവുന്ന സമയം ചിലപ്പോൾ മാറ്റിയൊക്കെ നിർത്തേണ്ടി വരും. നിർത്തണമെന്ന് നമ്മുടെ കൂടെ നിർത്തണമെന്നില്ലല്ലോ. അപ്പോൾ എന്നാലും അവളില്ലാത്തതുകൊണ്ട് എന്തോ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ടോക്കൺ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ ഡോക്ടറെ കാണാൻ പറ്റി. അപ്പോൾ 32 വീക്ക് ആകുമ്പോഴത്തേനും ഒരു സ്കാനുണ്ട്. അപ്പോൾ 1 വീക്ക് കഴിഞ്ഞ് വന്ന് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അത്രയും ദിവസത്തോടുള്ള മെഡിസിനൊക്കെ തന്നു. ബേബിയുടെ ഹാർട്ട് ബീറ്റൊക്കെ കേൾപ്പിച്ച് തന്നു കേട്ടോ. എല്ലാം നോർമലാണ്. ഇനി 1 വീക്ക് കഴിഞ്ഞ് വന്ന് സ്കാൻ ചെയ്താൽ മാത്രം മതി. അങ്ങനെ മെഡിസിനൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു പോകുന്നു. ഇതിനിടയിൽ നമ്മൾ അമ്മയെ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, കിക്കി എഴുന്നേറ്റോ വഴക്കുണ്ടോ എന്നൊക്കെ. പക്ഷെ അവളൊരു വഴക്കൊന്നും ഇല്ലയെന്നാണ് കേട്ടോ അമ്മ പറഞ്ഞത്. അവൾക്കല്ല ശരിക്കും ബുദ്ധിമുട്ട്, നമുക്കായിരുന്നു ബുദ്ധിമുട്ട് അവളില്ലാത്തതുകൊണ്ട്. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ തന്നെ ഒരു വഴക്കുമില്ലായിരുന്നു, മിടുക്കിയായിട്ടായിരുന്നതെന്നൊക്കെ പറഞ്ഞോട്ടോ. ഫുഡൊക്കെ കഴിച്ചായിരുന്നു. പിന്നെ അവൾ എഴുന്നേറ്റിട്ട് ഒരു മണിക്കൂറേ ആയിട്ടുള്ളൂ. വഴക്കുണ്ടാക്കാൻ മാത്രം സമയം ആയിട്ടുമില്ല കേട്ടോ. പിന്നെ അവൾ എങ്ങാനും വഴക്കാണെങ്കിൽ അവളൊക്കെ ഹാപ്പി ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ട് അവൾക്ക് ഇഷ്ടമുള്ള കോലുമിഠായിയൊക്കെ വാങ്ങിച്ചുകൊണ്ടാട്ടോ വന്നത്. ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് അഖിലേട്ടായി ഓഫീസിൽ പോയിട്ടോ. അപ്പോൾ ഇനി ഞങ്ങളുടെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലീനിങ് ആണ്. ഇവിടെ ഫ്രണ്ടിൽ കുറേ പുല്ല് വളർന്ന് നിൽക്കുക കേട്ടോ. അതുമല്ല ഈ ചെടിച്ചട്ടിയിലാണ് ചെടിയൊക്കെ വെച്ചിരുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ ആ സ്റ്റെപ്പി വെച്ചുകൊണ്ട് അതെല്ലാം കിക്കി പറിച്ച് കളയാണ്. അപ്പം അത് മണ്ണിലോട്ട് നടാമെന്ന് ഓർത്തു കേട്ടോ. ഇങ്ങനെ വെച്ചുകൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഒരു പൂവോ ഒന്നും വളരാൻ അവിടെ സമ്മതിക്കില്ല, എല്ലാം പറിച്ച് കളയാണ്. അപ്പം ഇന്നലെ ഞങ്ങൾ ഓൾറെഡി പുല്ലൊക്കെ പറിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും മഴ പെയ്തു കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ അവിടെ കൂട്ടിയിട്ടേക്കാണ്. അപ്പോൾ അതെല്ലാം കൂടെ എടുത്ത് മാറ്റി അവിടെ ഫുള്ളൊന്ന് ക്ലീൻ ചെയ്തിട്ട് ആ ചെടിയെല്ലാം കൂടെ മണ്ണിലോട്ട് തന്നെ നടണം. അതാകുമ്പോൾ പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കാനൊക്കെ ഒരു ദിവസം വിട്ടുപോയാലും കുഴപ്പമില്ലല്ലോ. അതല്ല അവളങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് പറിക്കുകയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഫുള്ള് ക്ലീൻ ചെയ്യലായിരുന്നു ഇന്നത്തെ പരിപാടി. അപ്പം ഞാനല്ല കേട്ടോ, ഞാൻ ചുമ്മാ ഹെൽപ്പ് മാത്രമേ ഉള്ളൂ. ഇന്നലത്തെ പറിച്ചിട്ട പുല്ല് മുഴുവനും എടുത്ത് കളയുക, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ പണി. അമ്മയാണ് ഫുള്ള് പണി ചെയ്തത്. ഞങ്ങൾ ക്ലീനിങ് ഒക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിലായിട്ട് തന്നെ പരമാവധി പറിക്കാൻ പറ്റുന്ന ചെടിയെല്ലാം പറിച്ച് ചെടിച്ചട്ടി തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു ചെടിച്ചട്ടിയിൽ നിന്ന് മണ്ണ് വാരി അപ്പുറത്തോട്ട് ഇടുക, ഇതൊക്കെയായിരുന്നു പരിപാടി. പിന്നെ പൂവെല്ലാം പറിച്ച് കളയുക, ഇങ്ങനെയായിരുന്നു കേട്ടോ. അകത്ത് കാർട്ടൂണും കാണിച്ച് ഇരുത്താമെന്ന് ഓർത്താലും നമ്മൾ പുറത്തായതുകൊണ്ട് അവൾ അകത്തിരിക്കില്ല, വഴക്കുണ്ടാക്കുള്ളൂ. അവൾക്ക് ഏറ്റവും ഇഷ്ടം ഇതുപോലെ പുറത്തുകൂടെ ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് പിന്നെ നമ്മളും കൂടെ നിൽക്കട്ടെ എന്ന് ഓർത്തു. അപ്പം എന്തായാലും ഇനിയിപ്പോൾ പറിച്ച് നമ്മൾ നിലത്തോട്ട് നടാൻ പോവാണല്ലോ. അപ്പോൾ പിന്നെ പറിച്ചിട്ടാലും കുഴപ്പമില്ല എന്നോർത്ത് അവൾ അവളുടേതായ വഴിക്കങ്ങ് വിട്ടു കേട്ടോ. അപ്പോൾ ഏകദേശം ഫുള്ള് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇപ്പം അമ്മ കുറേ തുളസിയൊക്കെ ഉണ്ട്, അപ്പോൾ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ഒരു സൈഡിലാക്കിയിട്ട് ചെടിയെല്ലാം നിലത്തും നട്ടു കേട്ടോ. അങ്ങനെ ഇന്നത്തെ മെയിൻ പരിപാടി കഴിഞ്ഞു കേട്ടോ. ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. പക്ഷേ ഇതിപ്പോൾ കാണാൻ വൃത്തിയാണെങ്കിലും ഒരു മഴ പെയ്യുമ്പോഴത്തേനും ഫുള്ള് പുല്ലാവും കേട്ടോ. അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് ഞാനൊന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ലഞ്ച് കഴിക്കണം ഇനിയിപ്പം. അപ്പോൾ അമ്മ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടി നന്നായി ഫുഡ് കഴിച്ചിട്ട് ഞാൻ നന്നായി കിടന്നുറങ്ങി കേട്ടോ. ഇതൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.